ഇതെന്തിനാ സമാനോ? പാലത്ത് ചട്ടുണ്ടാക്കാന്. ആരുണ്ടാക്കുക? ഉമ്മ. നമുക്കുണ്ടാക്കാം. ഹായ്, വെൽക്കം ടു ന്യൂബാസോൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്കോ ഫ്രണ്ട്ലി ഗ്രോ ബാഗ് എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ്. ഒട്ടും ചിലവില്ലാതെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടുന്ന പാള ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലേ? അതിനായിട്ട് നിങ്ങളെടുക്കുന്ന പാള ഉണങ്ങിയതാണെങ്കിൽ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. പച്ചയാണെങ്കിൽ നമുക്ക് അത് നേരിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചപ്പാളയാണ്. ഇതുപോലെ 2 പാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കളയുക. പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കുക. മുകളിൽ വെക്കുന്നത് താഴത്തിൻ്റെ സെൻട്രലായിട്ടാവണം. എങ്കിലേ 4 സൈഡും ഒരേ വലുപ്പത്തിൽ കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി കെട്ടാനുള്ള നാരുകൾ ഇതിൽ നിന്ന് തന്നെ തയ്യാറാക്കാം. ഇതുപോലെ കുറച്ച് നാരുകൾ തയ്യാറാക്കുക. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ മറ്റേത് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലൂടെ ആ നാര് ഉപയോഗിച്ചൊന്ന് നമുക്ക് കെട്ടി കൊടുക്കാം. മുകളിൽ കെട്ടുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ താഴെയും കെട്ടാം. അങ്ങനെ 4 സൈഡും ഒന്ന് കെട്ടി കൊടുക്കുക. ഞാനിവിടെ മുകളിൽ മാത്രമേ കെട്ടി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയും കെട്ടാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രോ ബാഗ് തയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാള ഉപയോഗിച്ച് ചെറിയൊരു ഗ്രോ ബാഗാണ്. അതിനായിട്ട് 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സിസേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ മടാളിട്ട് കാട്ടുന്നത് കണ്ടിട്ട് നിങ്ങളതുപോലെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാനാണ് ഇങ്ങനെ മുറിച്ച് കളയുന്നത്. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത് മുറിയണ വിധത്തിൽ വരയരുത്. നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോഴിതാ കുഞ്ഞു ഗ്രോ ബാഗും തയ്യാറായിട്ടുണ്ട്. നമുക്കതിൽ വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒട്ടും ചിലവില്ലാതെ തന്നെ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.